topic. That's right. ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 10-10:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കിട്ടിയതല്ല കേട്ടോ, ഇപ്പം മേടിച്ചതല്ല, ഇന്നലെ മേടിച്ചതാണ്. ഞാനത് ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെമ്മീൻ കിള്ളിയെടുക്കാൻ പറ്റും. ഫ്രീസറിൽ വെച്ച അപ്പാടെയല്ല, അതൊന്ന് ഫ്രീസറിൽ വെച്ച് പുറത്തെടുത്ത് വെച്ച് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അസലായിട്ട് നമുക്ക് ചെമ്മീൻ നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് കിള്ളി കിട്ടും. പച്ച ചെമ്മീൻ്റെ തോല് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് തീർക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ല, എന്താണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ പാത്രം തേച്ചുകൊണ്ട് എന്ത് ഇത്ര പറയാൻ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസറിന്റെ. അപ്പൊ ഇത് ഹാപ്പി അല്ലല്ലോ, ഹോം ഹാപ്പി അവേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഞാനിത് ലുലു മോളില് 50% ഓഫറിന്റെ ടൈമിൽ മേടിച്ചതാണ്. അപ്പോൾ നല്ലൊരു സംഗതിയാണ് കേട്ടോ. നമ്മൾ ഈ ബാർ സോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടയിട്ടുള്ള സോപ്പുകൾ, വിമ്മാണെങ്കിലും പ്രില്ലാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ തോണ്ടി എടുക്കുമ്പോഴത്തേനും സ്ക്രബ്ബറിൽ കുറേ ക്വാണ്ടിറ്റി നമുക്ക് വരാറുണ്ട്. ഇതിൽ അത്രയും നമുക്ക് വേണ്ടായിരിക്കും. ഒരു കുഞ്ഞു പാത്രമൊക്കെ അത്രേൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ലിക്വിഡാണ് യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ നമ്മൾ കുറേ ക്വാണ്ടിറ്റി എടുത്തിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് അളവിൽ നമുക്ക് മതി. അപ്പം ഇതാ ഈ ഡിസ്പെൻസറിൽ നമുക്കത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സോപ്പ് പമ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്പോഞ്ചിന്റെ സ്ക്രബ്ബർ ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന്. ലിക്വിഡ് കുറച്ച് ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് ടാപ്പ് വാട്ടർ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിലധികം പാത്രങ്ങൾ എത്ര വേണമെങ്കിലും കഴുകാൻ കുറച്ച് ലിക്വിഡ് കൊണ്ട് ഇത്രയും കഴുകാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ട്. ഇതിപ്പോൾ കണ്ടു, നമ്മൾ അങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ പതയും ആ ഒരു ലിക്വിഡും വാട്ടറും കൂടിയിട്ടുള്ള ഒരു സോപ്പ് ലിക്വിഡും വാട്ടറും കൂടിയിട്ടുള്ള ഒരു ഇത് വന്ന് വീഴേ നമുക്ക് കണ്ടോ നല്ല അസലായിട്ട് നല്ല പത വന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് ആ പാത്രമൊക്കെ കഴുകിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇത്രയും ഡൈല്യൂട്ടായിട്ട് എടുത്തിട്ടുള്ള ഒരു ലിക്വിഡ് സോപ്പിലാണ് ഇത്രയും പത. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും സോപ്പിൻ്റെയും അതുപോലെ തന്നെ അത്രയും ലിക്വിഡിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പം ഇതൊരു മണി സേവിങ് ടിപ്പും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ സ്ക്രബ്ബർ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഇതേപോലെ സോപ്പ് ലിക്വിഡ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാനിറ്റൈസറൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതേപോലെയൊക്കെ വെക്കാം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി നല്ല കുട്ടപ്പനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പാകത്തിനുള്ള ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ. പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു ഇച്ചിരിക്കോളം ചോറ് അവിടെ ഊറ്റുപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പെട്ടെന്ന് വിരുന്നുകാരെങ്കിലും ഒക്കെ വന്നാലോ നമ്മുടെ വീട്ടിൽ ചോറില്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം എന്തായാലും ഞാൻ കുറച്ച് ചോറ് ബാക്കി ആവുമ്പോൾ തന്നെ ഞാൻ ബാക്കി അരി ഇട്ട് ഞാൻ ചോറാക്കി വെക്കും. അപ്പം ഇതെൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന നാഴിയാണ് കേട്ടോ, മുള നാഴിയാണ്. അതിന് ഊട്ടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കളയില്ല, എനിക്കത് ഒത്തിരി ഓർമ്മകളുള്ളതാണ്. കുറേ സാധനങ്ങളുണ്ട് എനിക്ക് അങ്ങനെ അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഈ നാഴി, അതുപോലെ ഒരു പഴയ കുക്കറ്, പിന്നെ അമ്മ ഉപയോഗിച്ചിരുന്നൊരു പഴയ തലേണ, അമ്മയുടെ 1-2 സാരികൾ. അപ്പം അതൊക്കെ നമുക്ക് അമ്മ എന്ന് പറയുന്നത് മരണം വരെ കൂടെ ഉണ്ടാവുന്ന ഒരു വാക്കാണ്. നമ്മളൊന്ന് കാല് തട്ടിയപ്പോലും അമ്മ നാളെ വിളിക്കണം, അച്ഛനൊന്നും വിളിക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് അടുക്കളയിൽ കയറുമ്പോൾ അമ്മമാരെ ഓർക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മൾക്ക് അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മമാര് പറയില്ലേ, നീ എൻ്റെ സ്ഥാനത്ത് വരണടി, അപ്പോഴും നിനക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. സത്യം ബുദ്ധിമുട്ടായിട്ടല്ല, അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാരം എന്താണെന്ന് നമ്മൾ അറിയുന്നത് ആ ഒരു സ്ഥാനത്ത് വരുമ്പോഴാണ്. അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാവുന്നത് ആ ഒരു സ്ഥാനത്ത് വരുമ്പോഴാണ്. കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ആരും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് നിൽക്കുമ്പോൾ
താങ്ങാനൊരു തോളുണ്ടെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കാത്ത ദിവസങ്ങൾ എനിക്ക് ഒരു സമയത്തൊക്കെ കുറവായിരുന്നു. അപ്പം അതങ്ങനെ ഞാൻ ചോറൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അമ്മ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുക. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത്. ഇപ്പം ഞാൻ സാമ്പാർ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കുഴ സാമ്പാറും നല്ല മുരുമുര എന്നുള്ള ചെമ്മീൻ റോസ്റ്റാക്കി നമുക്ക് എടുക്കാം. മുരുമുര എന്നല്ല, ഇച്ചിരി കുഴ എന്നുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് സെൻഡി ആക്കിയല്ലേ. എനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാന്നേ. എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർത്തു പോകും. അപ്പം ഞാൻ പോട്ടെ, നമുക്കിത് പറയാം. അപ്പം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ലല്ലോ അമ്മയുടെ കാര്യം. സാമ്പാറിന് വേണമെന്നുള്ള പരിപ്പൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞളും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇച്ചിരി വേപ്പിലയിട്ട് ഇടിച്ച് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചില സമയത്ത് കുക്കർ പൊട്ടിത്തെറിക്കോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇടാറില്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഓർക്കണ്ടെങ്കിൽ ഇടും. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം എന്നല്ല, അപകടം പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പരിപ്പൊക്കെ അവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ചെമ്മീൻ റോസ്റ്റിനും അതുപോലെ തന്നെ സാമ്പാറിനുള്ള ഉള്ളിയും അതുപോലെ കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും എല്ലാ ഉള്ളിക്കുട്ടന്മാരെയും നമുക്ക് നല്ല അസലായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി പൊളിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കാണിച്ചത്. അതിൻ്റെ കൂഞ്ഞ നോക്കി 2 ഇട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇടികല്ലില്ല നമ്മുടെ കുഞ്ഞിക്കല്ല്, അത് വെച്ച് 2 കുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി നല്ല അസലായിട്ട് വിട്ട് കിട്ടും. ഒരു നമുക്കിപ്പോൾ വേഗം അത് പൊളിച്ചെടുക്കാനും പറ്റും. അപ്പം അതൊക്കെ അവിടെ മാറിയിരിക്കട്ടെ. അപ്പം സാമ്പാർ എന്താണെങ്കിൽ നാളെ നമുക്ക് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് നമുക്ക് വെള്ളത്തിലിടാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള 2 കുഞ്ഞു ടിപ്പാണ്. 2 കുഞ്ഞു ടിപ്പല്ല, ഒരു ടിപ്പാണ്. 2 ഇൻഗ്രീഡിയൻസ് ഇടാം. ഒരു നുള്ള് നമ്മുടെ ചെറിയ ജീരകവും ഒരു കുഞ്ഞു സ്പൂണിൻ്റെ പകുതിയുടെ പകുതി നമ്മുടെ ഉലുവയും ഇടുക കേട്ടോ. അത് കുതിർത്തി വെക്കുക. ഇത് ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ അതിലല്ലോ, ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റിയില്ല. എന്താന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഐസ് വിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നാരൻ ചെമ്മീൻ എന്നാണ് പറയണമെന്ന് തോന്നുന്നു. അങ്ങനെയാണോ പറയണത്? നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ ചെമ്മീൻ ഒരു പേരുണ്ടല്ലോ, നാരൻ, അതുപോലെ തന്നെ പിന്നെന്താ കൊഞ്ചെന്ന് പറയും, വേറെന്തോ പേരൊക്കെ പറയും. അപ്പോൾ ആ പേരെന്താണ്, ഈ ചെമ്മീന് പറയുന്ന പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ അഴുക്കിൻ്റെ നാരൊക്കെ വലിച്ചെടുക്കുകയാണ്. അതെല്ലാം മാറ്റാണ്. ചെമ്മീൻ കൂടുതൽ കഴിക്കണത് അത്ര നല്ലതല്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഒരു കൊതിക്ക് നമ്മുടെ മക്കൾ വരും നമ്മളോടല്ലോട് ആരോടാ പറയാം അല്ലേ, ചെമ്മീൻ കഴിക്കാൻ കൊതിയാവണം അമ്മ, ഞണ്ട് കഴിക്കാൻ കൊതിയാവണം അമ്മ. ഇല്ല, ഇതൊക്കെ നമുക്ക് കൊതികളാണ്. ഇപ്പം നമ്മൾ സാമ്പാർ കഴിക്കാൻ കൊതിയാവണമെന്ന് പറയുന്നത് കുറവാണ്. ഈ ചെമ്മീൻ ഞണ്ട് കക്കറച്ചയൊക്കെയാണ് നമ്മൾ കൂടുതൽ പറയാ. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതൊക്കെ എന്നും കിട്ടുന്ന ആൾക്കാർക്ക് വലിയ വിഷയമല്ലായിരിക്കും. പക്ഷെ ഞങ്ങളെപ്പോലെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡ് കൂടുതലുള്ള സാധനമാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് അവിടെ ഞാൻ സാമ്പാറിനുള്ള പരിപ്പിൻ്റെ കൂടെ കഷ്ണങ്ങളും കൂടി വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ചെമ്മീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുക്കാന്നാണോ വേവിച്ചെടുക്കാന്നാണോ പറയാ, എന്തായാലും നമുക്കത് റെഡിയാക്കി എടുക്കാം, കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കത് കുറച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞളും കൂടി ചേർത്തിട്ട് അവിടെ നന്നായിട്ട് അത് പുഴുങ്ങി വരട്ടെ. അതിന്റെ വെള്ളം ഞാൻ മുഴുവൻ പറ്റിക്കുന്നില്ല കേട്ടോ, അവിടെ കുറച്ച് വെള്ളം നിർത്തിയിട്ടാണ് ഞാൻ അത് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിനി സാമ്പാറിനുള്ള കാര്യങ്ങൾ നോക്കാം. സാമ്പാർ എങ്ങനെയാണെങ്കിലും ചെറിയുള്ളി എനിക്ക് മുഖ്യമാണ്. ചെറിയുള്ളി മുഖ്യം ബിഗിലേൻ്റെ സാമ്പാറിൽ ഉണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ സവാളയൊക്കെ ഇട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ട് കുറച്ചധികം ചെറിയുള്ളി കടുക് പൊട്ടിച്ചപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മുഴുവനായിട്ട് ഇട്ടിരിക്കണം, ഞാൻ അരിഞ്ഞിട്ടല്ലാട്ട് ഇട്ടേക്കണേ. അങ്ങനെ മുഴുവനായിട്ട് വാട്ടി സാമ്പാറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടാറ് ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പിലയും. അപ്പം അതൊന്ന് വഴണ്ട് വരണ നേരം കൊണ്ട് നമ്മുടെ ചെമ്മീൻ കുട്ടൻ നല്ല അസലായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്ന് കണ്ടോ, ഞാൻ തീരെ വെള്ളം ഒഴിക്കാണ്ടല്ലേ വെച്ചത്. അപ്പം അത്രയും വെള്ളം ഈ ചെമ്മീനിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ബീഫും അതുപോലെ തന്നെയാണ്, നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ കഴുകി വാലാൻ വെക്കണ വെള്ളമില്ലേ, അത് മാത്രം മതി ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടാൻ. കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ മഴയത്ത് കിടക്കണ പോലെ കിടക്കും, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഞാൻ എന്തൊക്കെയാണല്ലോ പറയണേ, ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നോട് ഒരു ദിവസം ആരോ കമന്റിൽ ഇങ്ങനെ പറഞ്ഞു, പറയണതൊന്നും ശ്രദ്ധിക്കൂ, ഇടക്കിടക്ക് പൊട്ടത്തരങ്ങൾ വീഴുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോണതാട്ടോ. പിന്നെ ഈ കമന്റ് വായിക്കുമ്പോൾ
പിന്നെ ഞാൻ പോയി അത് കേട്ട് നോക്കും, ഞാൻ എവിടെയാണോ തെറ്റ് പറഞ്ഞത്, അപ്പോഴായിരിക്കും എനിക്കും കത്തുക. അപ്പം ഞാൻ അങ്ങനെ തെറ്റ് പറയാറുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതാ സാമ്പാറിലേക്ക് വാട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കഷ്ണങ്ങളുണ്ടല്ലോ, നമ്മുടെ വെണ്ടയ്ക്ക ചേട്ടനും തക്കാളി കൂട്ടണം, മുരിങ്ങാക്കോലും. സത്യം പറഞ്ഞ് മുരിങ്ങാക്കോലും ഞാൻ നേരത്തെ ഈ കുക്കറിലിട്ട് അടിക്കാൻ വേണ്ടി ഇട്ടെന്നേ, എന്നിട്ട് അതിൽ നിന്ന് ഞാൻ പെറുക്കി എടുത്ത് മാറ്റിയതാട്ടോ. എന്നിട്ട് അത് അവിടെ വാടാനായിട്ട് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അത് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ സെയിം ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ്, ചിലപ്പോൾ അതിൻ്റെ ഒരു എരപ്പലൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വോയിസ് കൊടുക്കുമ്പോൾ പുറകിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടിന് കേൾക്കുണ്ടോ നിങ്ങൾ? കുഞ്ഞൊരു എരമ്പല് പോലെ മഴ പെയ്യാ ഇവിടെ ഭയങ്കരമായിട്ട്. 2 ദിവസമായിട്ട് നല്ല മഴയാ ചേരാനല്ലൂരൊക്കെ. അപ്പൊ നമ്മുടെ ചെമ്മീൻ അവിടെ നമുക്ക് വഴറ്റിയെടുക്കാനുള്ള സംഗതികളൊക്കെ സവാളയും കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അവിടെ ഒന്ന് വഴണ്ട് വരാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പുറത്തെ അടപ്പിൽ വെച്ചിരുന്ന പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. സാമ്പാർ പൊടിയും അതുപോലെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് ഇത്തവണ കിട്ടിയത് കായത്തിൻ്റെ പൊടിയല്ല കേട്ടോ, എനിക്ക് കായത്തിൻ്റെ കട്ടക്കായമാണ് കിട്ടിയത്. അപ്പം ഞാൻ എന്താ ആ കട്ടക്കായം ഇങ്ങനെ നടുക്ക് ഒരു കുഞ്ഞി കുഴി ഉണ്ടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേനും പിന്നെ സാമ്പാർ നമ്മൾ ആ ചൂടോടുകൂടി അങ്ങോട്ട് തിളക്കുമ്പോഴത്തേനും ഈ കായം അലിഞ്ഞ് അങ്ങ് പൊക്കോളും. വേറെ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കാൻ നിൽക്കണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പൊടിയേക്കാളും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ കട്ടക്കായം ഇട്ട് സാമ്പാർ വയ്ക്കണേ. അങ്ങനെ അവിടെ പൊടിയുടെ കൂടെ കായവും പച്ചക്കറിയും എല്ലാം നന്നായിട്ട് നല്ല കുഴന്ന് വെന്ത് വരുന്നുണ്ട്, മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് എപ്പോൾ കത്ത് പിടിക്കും അല്ലെങ്കിൽ എപ്പോൾ അടുക്കി പിടിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടതാ നമ്മുടെ പച്ചക്കറി കുട്ടന്മാരുടെ കൂട്ടത്തിലേക്ക് നേരത്തെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും പരിപ്പും പച്ചക്കറിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായില്ലേ, അത് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഉപ്പിന്റെ കുറവ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് പുളിവെള്ളവും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചക്കറികൾ വേഗില്ല എന്നാ പറയണേ. അതൊന്ന് ശരിയാന്ന് തോന്നുന്നു കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് വേഗത്തില്ല. അപ്പൊ അതവിടെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പൊ നമുക്കിവിടെ ചെമ്മീൻ റോസ്റ്റിനുള്ള നമ്മൾ മഞ്ഞൾ ഓൾറെഡി ഇട്ടിട്ടാണല്ലോ ചെമ്മീൻ വേവിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മാത്രം മതി. അപ്പൊ ആ നേരം കൊണ്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ പിച്ച് കീറി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പിച്ച് കീറിയിട്ട് അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ പണി കഴിഞ്ഞു. എന്നാൽ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതൊന്ന് പകുതി ഒന്ന് അടച്ചു വെക്കാം. മുഴുവൻ തുറന്ന് വെക്കണ്ട, മുഴുവൻ അടച്ചും വെക്കണ്ട, ഇങ്ങനെ പപ്പാതിയായിട്ട് നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ വെന്ത ചട്ടിയിൽ തന്നെ മസാല ആക്കിയപ്പോൾ കിച്ചൺ മുഴുവൻ നല്ല മണാണ് കേട്ടോ, നല്ല ചെമ്മീൻ കൂട്ടാൻ്റെ മണാണ്. എന്നിട്ട് ആ മസാലയിൽ നമ്മളിതാ വേവിച്ച് വെച്ച ചെമ്മീനും കുറച്ച് വെള്ളവും, എനിക്ക് ഇച്ചിരി കുഴന്നിരിക്കണം എന്നായിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തു, കുറച്ചുകൂടി വെള്ളം ചേർത്തു. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിലിരുന്നത് ഒന്നും കൂടി ഒന്ന് അങ്ങാട് വെന്ത് വരട്ടെ. ഇത്തിരി നല്ല ഒരു കുഴഞ്ഞ് നല്ല ചെമ്മീൻ ഗ്രേവി ആയിട്ട് നമുക്കിപ്പോൾ കിട്ടും കേട്ടോ. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഇത്ര ആയപ്പോഴത്തേനും പുറത്ത് നല്ല പൂര മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ നല്ല പെരും മഴ, ഒരു രക്ഷയില്ല. അപ്പൊ തന്നെ കറണ്ട് പോയി, എവിടെയൊക്കെയോ മരത്തിന്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണു, KCB-ക്കാർ വന്നു. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വൈകിട്ട് ഈവനിങ് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം മഴ അപ്പം തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 6-6:30 മണി വരെ മഴ തന്നെയായിരുന്നു. പിള്ളേരൊക്കെ മഴയത്ത് തന്നെയാണ് ട്യൂഷന് വന്നതും മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ബസ് ഇറങ്ങിയപ്പോൾ വിളിച്ചിട്ട് വന്നതൊക്കെ മഴയത്ത് തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം മഴയൊന്ന് തോർന്നിട്ടുണ്ട്. സന്ധ്യ ആയപ്പോഴാണ് കറണ്ടൊക്കെ വന്നത്. അപ്പോൾ അതാ അടുക്കളയിലെ പണികളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇവരെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കറണ്ട് പോയതുകൊണ്ട് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.